ആമേൻ. സ്തോത്രം. ഇന്ന് പകലത്തെ ചിന്തയ്ക്ക് ഒരു വേദാംശം നമുക്ക് വായിക്കാം. Can we read from a portion for today's meditation? പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളോട് വ്യക്തമായിട്ട് May the സംസാരിക്കുമാറാകട്ടെ. Holy Ghost speak to us very 1 clearly. കൊരിന്ത്യർ 10-ാം അധ്യായം. 1 Corinthians chapter 10, ആമേൻ. അതിന്റെ 4-ാം വാക്യം. verses 4. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ആമേൻ. And did all drink the same spiritual drink, for they drank of that spiritual rock that followed them, and that rock was Christ. 12-ഉം 13-ഉം വാക്യങ്ങൾ. Verses 12 and 13. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾ കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ആമേൻ. Wherefore let him that thinketh he standeth take heed lest he fall. There hath no temptation taken you, but such as is common to man. But God is faithful, who will not suffer you to be tempted above that ye are able, but will with the temptation also make a way to escape, that ye may be able to bear it. കണ്ണുകളടയ്ക്കാം, Can we പ്രാർത്ഥിക്കാം. close our eyes in prayer? പരിശുദ്ധ കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പകലിൽ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ ഞങ്ങളായിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവഴുത്തുകളുമായിട്ട് ഞങ്ങൾ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് വ്യക്തമായിട്ടും ഹൃദ്യമായിട്ടും സംസാരിക്കണമേ. വചനത്തിൻ്റെ വാതിലുകൾ ഞങ്ങൾക്ക് തുറന്നു തരുമ്പോൾ ഞങ്ങളുടെ അധരത്തിൽ ദൈവം തരുന്ന വാക്കുകളും ആ വചനം ദൈവജനത്തിന് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം വ്യക്തമായിട്ട് കേൾക്കുകയും കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന കർത്താവെ സ്തോത്രം അങ്ങയുടെ മക്കൾക്ക് ദാനമായി കൊടുക്കുവാൻ കർത്താവ് ഇടയാക്കണമേ. അന്ധകാരത്തെ ഞങ്ങൾ ശാസിക്കുന്നു. ദൈവശബ്ദം മുഴങ്ങിക്കേൾക്കട്ടെ. ദൈവപ്രവർത്തി വെളിപ്പെടട്ടെ. ആത്മകരം വെളിപ്പെടട്ടെ. ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. വചനത്തിന് വിപരീതമായി വ്യാപരിക്കുന്ന എല്ലാ പോരുകളെ യേശുവിൻ്റെ നാമത്തിൽ ഭത്സിക്കുന്നു. പുത്രൻ എല്ലാറ്റിലും മഹത്വമെടുക്കണമേ. കർത്താവിൻ്റെ നാമം ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അടിയൻ റജിയെ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കൊരിന്തിയ ലേഖനം എഴുതുമ്പോൾ, കൊരിന്തിയ സഭയ്ക്ക് പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ പഴയ നിയമത്തിലെ ചില ഉദ്ധരണി എടുത്തുകൊണ്ട് 10-ാം അധ്യായം തുടങ്ങുന്നു. Paul, when he writes to the Corinthians, he utilizes certain scriptures from the Old Testament. സ്തോത്രം. പഴയ നിയമത്തിലെ ചില കാര്യങ്ങൾ എടുത്തുകൊണ്ട് അവരുടെ ഓർമ്മ പുതുക്കുവാണ്. ഏത് വിധത്തിലാണ് മരുഭൂമിയിൽ ദൈവം ഇസ്രായേൽ മക്കളെ നടത്തിയത്. Quoting from the Old Testament, he uses scriptures to remind them how the Israelites journeyed through the desert. അതിന്റെ 3-ാം വാക്യം ഒന്ന് നമുക്ക് നോക്കാം. Verses 3. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. വായിച്ചേ. And did all eat the same spiritual meat, and did all drink the same spiritual drink, for they drank of that spiritual rock that followed them, and that rock was Christ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നോക്കിക്കേ, മരുഭൂമിയിലെ യാത്രയിൽ അവർക്ക് വേണ്ടിയുള്ള ആഹാരം ദൈവം കരുതിയിട്ടുണ്ട്. The Lord has prepared the meal for them through their journey of the desert. പൗലോസ് അതിനെ ആത്മീയ പദത്തിൽ പറയുമ്പോൾ അവർക്കുള്ള ആത്മീയ ഭക്ഷണം എന്ന് പറയുന്നു. When Paul uses this in the spiritual sense, he is saying this is the spiritual meat. അവർക്ക് കുടിക്കുവാൻ ദാഹിച്ചു, വെള്ളം കൊടുത്തു. When they were thirsty, he gave them water to drink. മൂന്നാമതൊരു ആത്മീയ കാര്യം കൂടെ പറയുന്നുണ്ട്. Third spiritual measurement. ഒരു ആത്മീയ പാറയെ കുറിച്ചും പറയുന്നുണ്ട്. A spiritual rock.
ആഹാരം മാത്രമല്ല, It's not just the food. പാനീയം It's മാത്രമല്ല, just not the water. അവരെ പിൻഗമിച്ച ഒരു പാറയുണ്ടായിരുന്നു. There was a rock that followed them. ഇന്ന് പകല് മനസ്സിലാക്കിക്കോണം. Today you must understand. ഹല്ലേലൂയ. നമ്മൾ പോകുന്ന എല്ലാ മേഖലകളിലും Everywhere you go, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാ, every food that you നമ്മൾ consume, കുടിക്കുന്ന പാനീയമാ, that water that you നമ്മുടെ drink, ജീവിത അനുഭവങ്ങളിലൊക്കെ the experiences of your life, മറക്കാത്ത ഒരു പാറ നമ്മളെ പിൻഗമിക്കുന്നുണ്ടെന്ന് there മനസ്സിലാക്കിക്കോണം. is a rock that follows after you. ഇസ്രായേൽ മക്കള് യാത്ര തുടങ്ങി. When the Israelites started their journey, അവരുടെ ജീവിതത്തിൽ ഓരോ ഘട്ടം കഴിയുമ്പോൾ അവർക്ക് പരാതി കൂടിക്കൊണ്ടിരിക്കുക. as they went through each areas, they murmured more and more. അവർക്ക് ആഹാരം കിട്ടിയപ്പോ ചോദിച്ചപ്പോ ആഹാരം കൊടുത്തു. When they asked for food, God provided them അതൃപ്തി that. തോന്നുമ്പോ അവർക്ക് മാംസം വേണമെന്ന് പറഞ്ഞു. When they were dissatisfied, He provided വെള്ളം the meat. ചോദിച്ചപ്പോ വെള്ളം കൊടുത്തു. When they asked for water, He provided പക്ഷെ that. ഇതിന്റെ മധ്യത്തിൽ അവർ മനസ്സിലാക്കിയില്ല, But they didn't understand one thing. അവരുടെ പിന്നാലെ പിൻഗമിക്കുന്ന ഒരു പാറ അവർക്കുണ്ട്. That there had a rock that followed them. അവർ മന്ന കഴിച്ചു സുഖിച്ചവരാണ്. Oh, they ate of the manna. വെള്ളം കുടിച്ചത് ഹാലിലെ തൃപ്തി They were പ്രാപിച്ചവരാണ്. satisfied of the water. ഇതൊക്കെ ദാനമായി ദൈവം The Lord കൊടുത്തോണ്ടിരിക്കുകയാണ്. provided all these things. പക്ഷെ ഇതിന്റെ മധ്യത്തിൽ But in the midst of ഒരു that, പാറ അവർക്കുണ്ടെന്ന് അവർ അറിയുന്നില്ല. they forgot that there was a rock അവർ following മോശയോട് them. പരാതിപ്പെടുത്തുന്നുണ്ട്. They complained to Moses. അവർ മോശയോട് അവരുടെ വേദനകൾ പറയുന്നുണ്ട്. They complained about the pain. അവർ മോശയോട് പറയും ഞങ്ങൾക്ക് തിരിച്ചു പോകണമെന്ന് പറയുന്നു. They're telling to Moses, we want to go back. ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്ന ഒരു പാറ അവരുടെ But കൂട്ടത്തിലുണ്ടായിരുന്നു. the rock that heard all these things, പലപ്പോഴും മനസ്സിലാക്കിക്കോണം, that you should understand, ജീവിതത്തിലെ ഓരോ പിറുപിറുപ്പുകളും കേൾക്കുന്ന ഒരു പാറയുണ്ട്. that there is a rock that hears all the ആ murmuring. പാറയാണ് നമുക്ക് ജീവൻ തരുന്നത്. That rock gives you life. ആ പാറ നിങ്ങൾ വഹിച്ചോണ്ട് പോകണ്ട. Oh, you don't have to carry ആ this rock. പാറ നിങ്ങളെ പിൻഗമിക്കുക But ചെയ്യുന്നത്. this rock will follow you. ഇന്ന് പകൽ മനസ്സിലാക്കിക്കോണം. Today you must ഓ understand. മകനെ മകളെ നീ നടക്കുമ്പോ Oh, when you walk through, നിന്റെ കൂടെ ഒരു പാറയുണ്ട്. that there is a rock. ഹാഹാ. Glory Glory to to God. God. Praise God. സ്തോത്രം. Hallelujah. ഈ പാറ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. This rock was watching നിനക്ക് over. ഭക്ഷണം എത്തുന്നുണ്ടോ? That, do you have the food? നിനക്ക് പാനീയമുണ്ടോ? Do you have water? നിന്റെ കന്യാളികളെ നോക്കുന്നുണ്ട്. He's looking at the people that's with നിന്റെ you. കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട്. He's looking at your children. സ്തോത്രം. ഈ പാറ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. It's looking at all of the things. പക്ഷെ ഈ പാറ ആരും കാണാതെ കിടക്കുക. But no one is observing this rock. പൗലോസ് പറയുക ഈ പാറ അവരെ അനുഗമിക്കുമായിരുന്നു. Paul is saying this rock is following them. സ്തോത്രം. മോശയോട് ദൈവം ഒരു കാര്യത്തിൽ ഹല്ലേലൂയ സ്തോത്രം അതൃപ്തിയായി പോയി. God was dissatisfied with Moses of one thing. സ്തോത്രം. പാറയെ അടിക്കാൻ പറഞ്ഞു. He told him to hit the rock. അതൊരു മർമ്മമായിരുന്നു. It was a mystery. ആ മർമ്മത്തെ ആസ്പദമാക്കിക്കൊണ്ട് അടിക്കാനാ പറഞ്ഞത്. That he was given the order to strike that പക്ഷെങ്കിൽ rock. മോശ കൽപ്പിക്കുക ചെയ്തത്. But instead Moses commanded to the ഹല്ലേലൂയ. rock. എന്താണെന്നറിയാമോ? You know why? Glory to God. ഹല്ലേലൂയ. അതിന്റെ ജീവിതത്തിൽ ഒരു അടിക്കപ്പെട്ട ഒരു പാറയുണ്ട്. But because there was a rock that was stricken. സ്തോത്രം. സ്തോത്രം. Amen. വെള്ളം അവിടെ കിട്ടും. The water can be obtained. സ്തോത്രം. പലയിടത്തും ഈ പാറ നമ്മുടെ ജീവിതത്തെ പിന്നാലെ പോകുന്നു. And many times this rock will follow us. മോശയുടെ ഉള്ളിൽ ഈ പാറയെ മനസ്സിലാക്കാതെ പോയി. He couldn't understand the rock. Glory to God. സ്തോത്രം. ഈ പാറയെ കണ്ടില്ല. He didn't see the rock. വാഗ്ദത്തങ്ങളിലേക്ക് കയറുവാൻ സാധ്യമായി തീർന്നില്ല. And as a result, he was unable to step into his ഇന്ന് promises. പകൽക്കാലം മനസ്സിലാക്കിക്കോ. Today, we must understand. ശുറബ ഹംദല ബൗധൽ ഹസ്തമാനഗടജാര റബ്ധല ബൗധല. ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയ ആഹാരം നമ്മൾ ഭക്ഷിക്കുന്നവരാണ്. People of God, we partake of spiritual food. എന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ ആത്മീയ ഭക്ഷണം നാം ഭക്ഷിച്ചില്ലെങ്കിൽ, If we don't partake of the spiritual ഹല്ലേലൂയ, food, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അത് മുന്നേറ്റത്തിന് കാര്യമാകത്തില്ല. it will not allow you to progress in your spiritual life. ഓ ഗ്ലോറി ടു ഗോഡ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് നോക്കി തിരിഞ്ഞൊന്ന് നോക്കിയാൽ, Can we turn ourselves and look at our spiritual life? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അവനിലാണ് ജീവൻ എന്ന് യേശു പറഞ്ഞു. Jesus said, in him is life. യോഹന്നാൻ 20:31 വായിച്ചേ. John 20:31. ഹല്ലേലൂയ സ്തോത്രം. വായിച്ചേ. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. But these are written that ye might believe that Jesus is the Christ, the Son of God, and that believing ye might have life through his name. ആമേൻ.
ഞാൻ മുമ്പേ പറഞ്ഞ അല്പം ഒന്ന് തിരുത്തിക്കോട്ടെ. Can I correct myself? സ്തോത്രം. മോശയോട് ദൈവം പറഞ്ഞു, കൽപ്പിക്കാൻ പറഞ്ഞു. God told Moses to speak. മോശ അടിച്ചു. He struck the rock. സ്തോത്രം. അടുത്ത വിശ്വാസത്തിന്റെ നാട്ടിലേക്ക് കാല് വെക്കാൻ പോകുന്നത്. Next, he's about to step into the promised land. വാഗ്ദത്തങ്ങളിലേക്ക് കാല് വെക്കാൻ പോകുമ്പോൾ When he's about to step into the promised land, വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം. he must speak of faith. അങ്ങനെ കാലേബും യോശുവയ്ക്കും ആ വാക്കുകൾ ഉണ്ടായിരുന്നു. Caleb and Joshua had the same ഈ voice. ആത്മീയ ആഹാരം ഭക്ഷിക്കുന്നവർക്ക് വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ പറ്റത്തുള്ളൂ. Those who eat of this can only speak of ദൈവജനമേ, faith. നമുക്ക് ഓരോ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുമ്പോൾ, When God provides a miracle in your നമ്മുടെ life, ജീവിതത്തിലെ നന്മകള് ഹാലേലൂയ നാം അനുഭവിക്കുമ്പോൾ, when you experience the blessings of your അന്നേരം life, ഒരു നന്ദി എന്ന് പറഞ്ഞ് പോകുവാൻ വേണ്ടി ഉള്ളതല്ല. at that time all you can't say is this, thank ഈ God. പാറ നമ്മളെ നടത്തിയ വഴി ഓർക്കണം. We must remember the way this അവർ rock ഓരോ led us through. ഘട്ടങ്ങളിൽ പാറയെ ഓർക്കാതെ Oh, but many times they forgot of this അന്നേരത്തെ rock. കാര്യം സാധിച്ചു കഴിയുമ്പോൾ As they received what they needed, സ്തോത്രം അവരങ്ങ് മറന്നു പോവുക ചെയ്യുന്നത്. they forgot their needs. സ്തോത്രം അവരുടെ ആവശ്യങ്ങളെ ഒന്നും അവര് ഹല്ലേലൂയ സ്തോത്രം മനസ്സിലാക്കിയില്ല, എങ്ങനെയാ ദൈവം അവരെ നടത്തിയെന്ന്. They didn't consider the needs or the ways that the Lord led them അവർ through. ചോദിക്കാതെ രാത്രി അഗ്നിസ്തംഭത്തെ ദൈവം ഇറക്കി. In the middle of the night, the Lord sent a pillar of fire. ഹല്ലേലൂയ സ്തോത്രം. ഈ അഗ്നിസ്തംഭം അവർക്ക് ഒരു ദോഷവും ചെയ്തില്ല. This fire did not create any ഈ problems for them. അഗ്നിസ്തംഭം അവർക്ക് ചൂടാ കൊടുത്തോണ്ടിരുന്നത്. This fire gave them the warmth. അവർക്ക് വെളിച്ചമാ It കൊടുത്തോണ്ടിരുന്നത്. gave them light. പക്ഷെ ശത്രുവിന് ഈ തീ ഒരു ദൂത് കൊടുത്തു. But to the enemy, it gave a ഇത് message. വേലി കെട്ടി കാവല് ചെയ്തിരിക്കുന്നതാണ്. Oh, this has been fenced around ഹല്ലേലൂയ. them. വേലി പല വിധത്തിലും കെട്ടുമാ. Oh, the fence is put out പക്ഷെ anyway. ദൈവ മക്കൾക്ക് ദൈവം കൊടുക്കുന്ന വേലിയാണ് തീമതില്. Oh, the fence for the children of God is a fence of fire. ഇന്ന് പകൽക്കാലം ആത്മീയ ഭക്ഷണം ഭക്ഷിക്കുന്നവനെ When you partake of the spiritual ഒരു food, ബാധയും നിന്റെ കൂടാരത്തിനെതിരെ വരത്തില്ലെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവെങ്കിൽ, when no evil thing will come to your home, that is the promise ഈ of God. കൊറോണ കാലത്തിൽ നിന്റെ വീട്ടിൽ ബാധ വരുവോ? Oh, in the time of COVID, would it come to your home? അല്ല, എത്രയോ ദൈവമക്കളുടെ വീട്ടിൽ വരുന്നു. Oh, to how many homes that has പക്ഷെ entered? ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ദൂത് പറയാനുള്ളത്, But the Holy Ghost has a message for you. ഇതിനൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞിട്ടുണ്ട്. Oh, prior to all of these happening, God has given you the warning. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ വാക്ക് കേൾക്കാതെ വരുമ്പോൾ, But many times we don't adhere to His voice. ഹല്ലേലൂയ സ്തോത്രം, ലോകത്തിന്റെ ഗതികൾ തെറ്റിപ്പോവുക ചെയ്യുന്നത്. When the ways of the world goes into errors. ഹല്ലേലൂയ പൗലോസ് കപ്പിത്താനോട് ദൂത് പറഞ്ഞു, Paul told the captain this message. ഞാൻ അപകടം കാണുന്നു. I see trouble coming നമ്മുടെ our way. യാത്രയിൽ അപകടം കാണുന്നു. We see an accident നാം coming our way. ഉദ്ദേശിക്കുന്ന തുറമുഖത്ത് എത്തുന്നത് ഞാൻ കാണുന്നില്ല. I cannot see us reaching to the പക്ഷേ shore that we are. പൗലോസിന്റെ വാക്ക് വല്ലവരും കേൾക്കുമോ? But would anyone adhere to Paul's സ്തോത്രം. voice? തടവുകാരനായി കൊണ്ടുപോകുമ്പോ വല്ലവന്റെ വാക്ക് കേൾക്കുമോ? Would anyone listen to a prisoner's ഇന്ന് പകൽ voice? മനസ്സിലാക്കിക്കോണം. Today you must understand. വാക്ക് കേൾക്കാഞ്ഞുകൊണ്ട് Because they didn't adhere to His voice, സകലത് തകർന്നു പോവല്ലായിരുന്നോ ചെയ്തത്? everything was destroyed. ഇന്ന് പകലും ദൈവത്തിന്റെ വചനം മുഴങ്ങി കിടപ്പുണ്ട്. Oh, today the word of God is still resounding. ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നീ കയറി വാണ്. Oh, that you must enter into His ആ ദൈവ presence. സാന്നിധ്യത്തിലോട്ട് നീ കയറി വാ. As you enter into His ആ presence, സാന്നിധ്യത്തിൽ കയറി വരുമ്പോൾ, when you enter into His presence, ഓ സ്തോത്ര, ദൈവം നിന്നെ സൂക്ഷിച്ചോളും. God will protect you. ആമേൻ. Glory to God. Glory to God. വാക്കാരുടെയും കേട്ടില്ല. അവസാനം പൗലോസ് പറഞ്ഞ പോലെ സംഭവിച്ചു. They didn't adhere to anyone's voices, but as Paul proclaimed, it happened. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കിക്കോണം. Today you must ഈ understand. കൊറോണയുടെ മധ്യത്തിലും ദൈവജനമേ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ ഒരു പാറയുണ്ട്. In the time of COVID, we have a rock that we can put our foot upon. ഈ പാറയോട് കൂടെ നടന്നാ മതി. Oh, we should follow along this rock. നമ്മളെ പിൻഗമിക്കുന്ന ഒരു പാറയുണ്ട്. A rock that follows you. സ്തോത്രം. എന്നാൽ ഇതെല്ലാം അനുഭവിച്ചിട്ട് ഇസ്രായേൽ മക്കൾ പാപത്തിലേക്കാ പോയത്. But when they did all this, the Israelites still went into sin. ആമേൻ. അവരുടെ ഹൃദയത്തിൽ ദുഷ്ടഹൃദയമായെന്നാണ് പറഞ്ഞത്. Their heart was still filled with evil. 5-ാം വാക്യം നോക്കിക്കേ. 1 കൊരിന്ത്യർ 10:5. 1 Corinthians 5 10:5. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല, ആ അവനെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും മിക്കവരിലും ദൈവം എന്ത് ചെയ്തില്ല? പ്രസാദിച്ചില്ല. But with many of them, God was not well pleased. മിക്കവരിലും.
with many of them. അവർക്ക് ദൈവം ആരാന്ന് അറിയാൻ മേലാഞ്ഞിട്ടല്ല. It's not of their ignorance of God. സ്തോത്രം. അവര് ദൈവത്തെ ഘട്ടം ഘട്ടങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. They saw God in various ways. ദൈവം അവർക്ക് വേണ്ടി പ്രൊവൈഡും ചെയ്തുകൊണ്ടിരിക്കുക. And God provided for them. ഇത്രയും പ്രൊവിഷൻ കൊടുത്തിട്ട്, Through all of these provisions, ഇത്രയും ദൈവം നടത്തിയിട്ട്, through God taking them through all these ഇത്രയും ദൈവത്തെ ways, അവർ അറിഞ്ഞിട്ട്, for them knowing God in many ways, അതുകൊണ്ട് അവരെ ദൈവം രക്ഷപ്പെടുത്തണമെന്നില്ല. and as a result, God is not obliged to save them. ദൈവത്തിന് അവരോട് ഇഷ്ടം തോന്നിയില്ല. The Lord was not well pleased. മിക്കവരിലും ദൈവം എന്ത് ചെയ്തില്ല? പ്രസാദിച്ചില്ല. He was not pleased with them. എന്നിട്ട് നോക്കിക്കേ അടുത്ത പദം. Next word. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെ മരുഭൂമിയിൽ എന്ത് ചെയ്തെന്നറിയാമോ? തള്ളിയിട്ടു കളഞ്ഞു. തള്ളിയിട്ട് കളഞ്ഞു. For they were overthrown in the wilderness. ഇവരെ വിളിച്ചത് ഇതിനു വേണ്ടിയല്ല. They were not called to be overthrown. ഇവരെ വാഗ്ദത്തങ്ങളിലേക്ക് കൊണ്ടുവരാൻ They were വേണ്ടിയാണ്. called to the promised land. ആത്മീയ ഭക്ഷണം കഴിച്ചവരാണ്. They ate of the ആത്മീയ spiritual food. പാനീയം They കുടിച്ചവരാണ്. drink the spiritual main പക്ഷെങ്കിൽ food. അവരിൽ കർത്താവിന് തൃപ്തി തോന്നിയില്ല. But the Lord was not well pleased ഇന്ന് with പകൽക്കാലം them. എനിക്കൊരു ചോദ്യം I ചോദിക്കാനുണ്ട്. have a question for you കർത്താവേ, today. എന്നിൽ നിനക്ക് എന്തെങ്കിലും തൃപ്തിയായിട്ട് തോന്നുന്നുണ്ടോ? Lord, are you well pleased with me? ഞാൻ എന്നെ തന്നെ കബളിപ്പിക്കാം. I can deceive myself. ഞാൻ പറയും ഞാൻ ആത്മീയ ആഹാരം കഴിക്കുന്നുണ്ട്. I can say I eat of the spiritual food. ഞാൻ തിരുമേശയിൽ നിന്ന് I ഭാഗാഭാക്കാകുന്നുണ്ട്. partake of the communion. ഞാൻ എല്ലാ ആഴ്ചയിലും ആരാധനയ്ക്ക് പോകുന്നുണ്ട്. I attend the services every week. ഇടയോഗങ്ങൾക്ക് കഴിവതും സംബന്ധിക്കാവുന്ന എല്ലാ മീറ്റിങ്ങിലും ഞാൻ I സംബന്ധിക്കുന്നുണ്ട്. partake of all the midweek services. പക്ഷെ ചോദ്യം അതല്ല, കർത്താവെ അങ്ങ് എന്നെ കുറിച്ച് പ്രസാദിക്കുന്നുണ്ടോ? But the question here is, God, are you well pleased with me? ഈ മരുഭൂമിയിലെ സഭയ്ക്ക് വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ലല്ലോ. The desert church do not have to attend anywhere else. അവർക്ക് ജോലി ചെയ്യേണ്ട They don't ആവശ്യമില്ലല്ലോ. have an occupation to run after. അവർക്ക് ആരെയും ഹാലിലെ പോയി അന്വേഷിക്കേണ്ട They don't ആവശ്യമില്ലല്ലോ. have to seek after anyone specifically. എല്ലാം ദൈവം അവർക്ക് The കൊടുത്തോണ്ടിരിക്കുക. Lord provided everything ഇതിന്റെ for them. മധ്യത്തിൽ കർത്താവ് പറയുവാണ്, In the midst of this, the എനിക്ക് Lord is അവരോട് saying, പ്രസാദം തോന്നിയില്ല. I was not well pleased with them. ആമേൻ. Amen. കർത്താവേ, എവിടെയാണ് പ്രസാദം തോന്നാഞ്ഞത്? God, where was it that you were not well pleased? ഇതിനിടയ്ക്ക് എവിടെയാണ് പിശാച് കയറിയത്? Where did the enemy enter and made his way? അവര് മരുഭൂമിയിൽ തള്ളിക്കളഞ്ഞെന്നാ പറഞ്ഞത്. The word specifically says they were overthrown. ആറാം വാക്യം നോക്കിക്കേ. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടത് തന്നെ. അവർ മോഹിച്ചു, ഒരു ദുർമോഹമായി പോയി. See, the verse says, now these things were our examples to the intent we should not lust after evil things as they also lusted. ആത്മീയ ആഹാരം കഴിക്കുന്നവന് ദുർമോഹം വരുമോ? Would one that ate spiritual meat could have lust? ആത്മീയ പാനീയം കുടിക്കുന്നവന് ദുർമോഹം വരുമോ? The one that partook of the spiritual drink, could they have lust? അല്ല, ആത്മീയ പാറ ഉള്ളപ്പോ ഈ ദുർമോഹം വരുമോ? Could the rock being with you could cause you to also have lust entering into your life? അവരിലുള്ള എല്ലാ ദുർമോഹവും സ്വർഗം കാണാൻ തുടങ്ങി. The heavens started detecting all the lusts that were inside of them. ആമേൻ. മിസ്രൈമിൽ വെച്ച് ഒരു ദുർമോഹവും ഇല്ലായിരുന്നു. Within Egypt, none of these things creeped inside of them. അവർക്ക് നിലവിളിയേ ഉള്ളായിരുന്നു. All they had was crying. അടി കിട്ടുമായിരുന്നു. They were beaten. രാവിലെ തൊട്ട് രാത്രി വരെ അധ്വാനം. To morning to night, they were working. ഹല്ലേലൂയ. അവർക്ക് ഒരു സ്വാതന്ത്ര്യം They ഇല്ലായിരുന്നു. didn't have any freedom. സ്തോത്രം. ഊഴിയ വിചാരകന്മാർ അവരെ വളരെ The അസഹ്യപ്പെടുത്തുമായിരുന്നു. slave masters were causing them much distress. പക്ഷെ ഇപ്പൊ കാര്യങ്ങളൊക്കെ അല്പം ഭംഗിയായി മാറിയപ്പോൾ When things shifted, ദൈനംദിനം രാവിലെ മഞ്ഞ എത്തുന്നുണ്ട്. daily the manna was entering their home. അവർക്ക് ഇതൊക്കെ തോന്നിയത് അവരുടെ അവകാശമാണ്. Now they felt privileged. അവരുടെ റൈറ്റാ. That was their right to obtain ഇത് it. ഞങ്ങൾക്ക് തരണം. That we must receive. ഇറങ്ങിയതല്ലേ നീ പറഞ്ഞിട്ട്? You told us to get out. നീ തന്നേ പറ്റൂ. Now you must give. സ്തോത്രം. നീ ഞങ്ങൾക്ക് കുടിക്കാൻ തന്നേ പറ്റത്തുള്ളൂ. Now it is your job to give it to us. അല്ല, അവർ ദാനമായിട്ട് കണ്ടില്ല. They didn't see it as a gift. സ്തോത്രം. എന്നിട്ട് ഇതിനകത്ത് കഴിച്ച ആത്മീയ ആഹാരവും ആത്മീയ പാനീയവും കുടിച്ചതിനിടയ്ക്ക്
പിശാച് കയറി ഒരു ദുർമോഹം കൊണ്ട് കിട്ടും അവരുടെ. While they were partaking of the spiritual drink and meat, the enemy made his way and put lust. ഒരു രാജ്യത്തിന് സത്യത്തിൽ പല യുദ്ധങ്ങൾ വരും. Within a kingdom, there are many battles. പക്ഷെ ഇവരോട് ആയുധങ്ങളൊന്നും വേണ്ടെന്ന് കർത്താവ് പറഞ്ഞു. But to them, God said, you don't need any നീ weapons. ആയുധം ഉണ്ടാക്കണ്ട, You don't have to make weaponry. നീ ആരുടെ അടുത്ത് ഈ ആയുധം ഉപയോഗിക്കാൻ പോകണ്ട, And you don't have to utilize നീ weapons. ശത്രുക്കളെ കണ്ട പേടിക്കണ്ട. And you don't have to worry when you see the യുദ്ധം enemies. The യഹോവയ്ക്കുള്ളതാണ്. battle belongs to the Lord. സ്തോത്രം. നീ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചാ മതി. All you have to do is fear the Lord and live their life. പക്ഷെ അതും അവരുടെ അവകാശത്തിൽപ്പെട്ട ഒരു കാര്യമാണ് അവരങ്ങ് ചിന്തിക്കാൻ But തുടങ്ങി. now their mindset was this was also their right to obtain. വചനം ഇങ്ങനെ പറഞ്ഞു, അവരെ കഴുകന്റെ ചിറകിൻ മീതെയാ കൊണ്ടുപോയെന്നാ The പറഞ്ഞു. word of God says the Lord took them like the eaglet on the wings of an eagle, ഹല്ലേലൂയ. ഒരു നിലംപരി ജാകാതെ, without them sustaining ഒരു to the ശത്രുവിന്റെ floor, കണ്ണിൽ പോലും പെടാതെ, without being falling prey to നിന്റെ an enemy's വായിൽ കൊണ്ട് eye, തീനെത്തിപ്പിക്കുന്നത് പോലെ, like giving you food right into your mouth. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം അവരെ പരിപാലിച്ചു. The Lord kept them and secured പക്ഷേ them. അവര് മനസ്സിലാക്കിയില്ല, ഒരു ആത്മീയ പാറ അവരെ But പിൻഗമിക്കുന്നുണ്ട്. they didn't realize the spiritual rock was following them. ഹല്ലേലൂയ, സ്തോത്രം. അവരിൽ എന്ത് വന്നെന്ന് നോക്കിക്കേ. Let's see what happened to them. 7-ാം വാക്യമാ. Verses 7. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, ആ കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം ആ അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. ആമേൻ. ജനം എന്ത് ചെയ്യാൻ തുടങ്ങിയെന്ന് അറിയാമോ? തിന്നുവാനും തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. കളിപ്പാൻ എഴുന്നേറ്റു. സ്തോത്രം. എന്നിട്ട് പറയുവാണ്, നിങ്ങൾ അവരെ പോലെ എന്തായി തീരല്ലെന്നറിയാമോ? വിഗ്രഹാരാധികളാകരുത്. വിഗ്രഹാരാധികളായി തീരല്ലേ. Verses 7 says, neither be ye idolaters, as were some of them, as it is written, the people sat down to eat and drink and rose up to play. സംതൃപ്തിയിൽ എവിടെയോ ദൈവം മാറിയിട്ട് ഒരു വിഗ്രഹം കേറി വരാൻ തുടങ്ങി. Somewhere within their satisfaction, God shifted out of it and the idols പാറ entered. കൂട്ടത്തിലുണ്ടെങ്കിലും പാറയെ മാറ്റിവെക്കുന്നു. Though the rock followed them, the rock was set aside. മോശ പർവ്വതത്തിൽ പോയപ്പോഴും അവിടെ പാറ ഉണ്ടായിരുന്നു. When Moses went up to the mountains, the rock was there. മോശ വൈകുന്നെങ്കിലും പാറ അവിടെ ഉണ്ടായിരുന്നു. Though Moses was delaying, the rock was there. ആ സമയത്ത് അവര് ഈ പാറയെ മറന്നുപോയി. At that point, they forgot this rock. മോശ വന്നില്ലെങ്കിലും മഞ്ഞ വന്നോണ്ടിരിക്കുകയാണ്. Though Moses was absent, the manna appeared. ആ മോശ ഇത്രയും ദിവസം വൈകുന്ന എന്താണ്? Oh Moses, why are you ഈ delaying? 10 കൽപ്പന കിട്ടാൻ വേണ്ടി ഇത്രയും ടൈം വെയിറ്റ് ചെയ്യണോ? Must we wait this long for the 10 commandments? ദൈവജനമേ, വില കൊടുക്കാതെ ഒന്നും കിട്ടത്തില്ല കേട്ടോ. People of God, until you pay a price, you cannot obtain ആ anything. ചുമ്മാ പോയി അവിടെ പോയി പാഴ്സൽ എടുത്തോണ്ട് വരുന്ന പോലെ അല്ല. It's not going and obtaining a mail. ഹല്ലേലൂയ. ദൈവത്തിന് എന്തെങ്കിലും തരാനുണ്ടെങ്കിലുണ്ടല്ലോ, If the Lord has to provide anything മോശ for അവിടെ you, പിടിച്ചിരുത്തുമാ. the Lord will make Moses sit down. ഹല്ലേലൂയ. ദൈവത്തിന് വേണമെങ്കിൽ ഒരു സെക്കൻഡ് കൊടുത്തു The വിടാമായിരുന്നു. Lord can provide it in a moment. മോശയുടെ പാളയത്തിൽ കൊണ്ട് He കൊടുക്കാമായിരുന്നു. could have given it into the camp പക്ഷെ of അങ്ങനെ Moses. കിട്ടുന്ന അല്ല. But this is not something ദൈവജനമേ, likewise. ഈ മഞ്ഞയുണ്ടല്ലോ, The manna that we ഈ have, ആത്മീയ ആഹാരം the കിട്ടണമെങ്കിലുണ്ടല്ലോ, spiritual food, ഈ പ്രിന്റിങ്ങിനകത്ത് മാത്രമല്ല ഇരിക്കുന്നത്. it cannot be contained in a printed ഇത് paper. അച്ചടിച്ചത് നല്ല ഗിൽറ്റിട്ട ബൈബിളിൽ എനിക്ക് പിടിച്ചോണ്ട് നടക്കാം. Could be in a gilded Bible. പക്ഷെ ഇതുമായിട്ടൊന്ന് ധ്യാനിക്കാൻ തുടങ്ങണം. But I must meditate with this ഇതുമായിട്ട് word. ഹാലിലെ ദൈവസന്നിധിയിൽ ഇരിക്കണം. I must be at the foot of Jesus ഇത് with this. ഇരുന്ന് മാത്രമേ ഉള്ളൂ. Until I ഇതിന്റെ surrender. പൊരുളുകളൊക്കെ തിരിഞ്ഞു വരാൻ തുറന്നു വരാൻ തുടങ്ങത്തുള്ളൂ. Until only then the mysteries will start മോശയ്ക്ക് being ഒറ്റയടിക്ക് revealed. വേണമെങ്കിൽ ദൈവത്തിന് കൊടുക്കാമായിരുന്നു. Most God could have provided in പക്ഷെ one moment മോശയ്ക്ക് to അങ്ങനെ ദൈവം Moses, കൊടുത്തില്ല. but he didn't do so. ഹാലിലെ മോശ, നീ കാത്തിരിക്കണം. Moses, you must wait. ഹല്ലേലൂയ. Glory to God. Glory, 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 സ്തോത്രം, glory. സ്തോത്രം, സ്തോത്രം. People എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ വില കൊടുക്കണം, സമയമെന്ന വില കൊടുക്കണം കേട്ടോ. of God, for you to receive something, you must give your പക്ഷെ time. ഇവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ പ്രാപിച്ചോണ്ട് വരുമ്പോൾ When people have received all these, താഴെ വന്നപ്പോ ആണ്ട്ര കാണുന്നു, ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, ജനം തിന്നുവാനും കുടിപ്പാനും കളിപ്പാൻ എഴുന്നേറ്റു. കളിപ്പാനും എഴുന്നേറ്റു. the word specifically says the people sat down to eat and drink and rose up to play. Amen. അതെന്തായിരുന്നു അതിന്റെ വായിച്ചേ? എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. ആ അവരിൽ ചിലർ പരസംഗം ചെയ്ത് ആ ഒരു ദിവസത്തിൽ 23,000 പേർ വീണു പോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. ആമേൻ. Neither let us commit fornication as some of them committed and fell in one day
320,000. അഭിഷേകം വേണോ? Do you want the anointing? ആത്മീയ ഭക്ഷണം കഴിക്കണോ? Would you like to partake of the spiritual food? ആത്മീയ പാനീയം കുടിക്കണോ? Would you like to drink of the spiritual drink? കാണണ്ടാത്തതൊക്കെ കൺമുൻപിൽ വരുമ്പോൾ കണ്ണന്നേരെ മാറ്റിക്കണം. When things that shouldn't appear to your eyes, when it comes to you, you should put your eyes away from it. ആത്മീയ ഭക്ഷണം ഭക്ഷിക്കുന്നവർക്ക് അത് പറ്റത്തില്ല. One's partaking of the spiritual meat cannot have partaking in വേണ്ടാത്ത such ചെവിയിൽ ways. കേൾക്കാൻ വരുമ്പോഴുണ്ടല്ലോ, When things you shouldn't hear comes your way, ആത്മീയ ഭക്ഷണം കഴിക്കുന്നവനെ the one that eats the ചെവി spiritual food, അടച്ചോണം അന്നേരെ. your ears should be shut to it. സ്തോത്രം. കാരണം എന്നാന്നറിയാമോ? Do you know നിന്നെ why? പിൻഗമിക്കുന്ന ഒരു പാറയുണ്ട്. There is a rock that follows ആ you. പാറ നിന്നെ കൈവിട്ടാലുണ്ടല്ലോ, If that rock lets go of you, ഒറ്റ ദിവസം വീണുപോയി പട്ടുപോയി. and one day many fell. ഹല്ലേലൂയ. ഇന്ന് മറന്നു പോകല്ലേ. Today you must not forget. എല്ലാത്തിലും നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല. We don't have liberty in everything. എന്നാൽ യേശു ക്രിസ്തുവിൽ നൽകിയ സ്വാതന്ത്ര്യം മാത്രമേ നാം ഉപയോഗിക്കാവൂ. But we should only utilize the liberty given by പിശാച് നമ്മുടെ Jesus Christ. വാഗ്ദത്തങ്ങളെ ഇല്ലാതെയാക്കി കളയുവാൻ അനുവദിക്കല്ലേ. Oh, let not the enemy nullify your promises. ആത്മീയ ഭക്ഷണം ഭക്ഷിച്ചവനെ One that have partaken of the spiritual അതിന് food, യോഗ്യമാവണ്ണം ഫലം കായ്ച്ച് ജീവിക്കാം. you must have the fruits equivalent to the spiritual meat. ആമേൻ. സ്തോത്രം. Glory to God. Glory to അവരിൽ ചിലർ God. പരീക്ഷിച്ച് അവരിൽ ചിലർ എന്ത് ചെയ്തു? പരീക്ഷിച്ചു. പരീക്ഷിച്ചു. സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. ആമേൻ. സ്തോത്രം. Neither let us tempt Christ, as some of them also tempted and were destroyed of serpents. ആമേൻ. ഇതുവരെ ഒരു ഉറുമ്പ് പോലും കടിച്ചിട്ടില്ലായിരുന്നു. Up until now, not even an ant had even bitten them. കാലിൽ മണലിൽ ചൂട് ഒന്നും ഏശിയിട്ടില്ല. Even the heat of the sand did not impact them. സ്തോത്രം. പക്ഷെ ദൈവത്തെ പരീക്ഷിച്ചപ്പോൾ But the moment they tempted the Lord, സർപ്പം the serpent ഇറങ്ങി വന്നു. came down. അത് ഇന്ന് മാത്രമല്ല വരുന്നത്. It's not just today. ഏദൻ തോട്ടത്തിലും പരീക്ഷിക്കാൻ സർപ്പങ്ങൾ ഇറങ്ങി വരും. Serpent even made its way into the Garden of Eden. ആമേൻ. സ്തോത്രം. Glory to God. Glory Hallelujah. to God. ദൈവ സാന്നിധ്യത്തിലും ഇരിക്കുമ്പോഴും പിശാച് കേറി വരും. When you are still in communion with the presence of നിന്റെ God, the enemy പരീക്ഷകളിൽ will make നിനക്ക് his way. ജയം നേടണമെങ്കിൽ For you to be victorious in your trials, ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. മേളിലുള്ള ഉയർത്തിയിരിക്കുന്ന പിച്ചള സർപ്പത്തെ നീ നോക്കണം. you must look at that brass serpent that has been lifted up. അനേകർ കടി ഏറ്റോണ്ടിരിക്കുകയാണ്. Many are stricken. ആത്മീയ ആഹാരം കഴിച്ചിട്ടും കടി ഏക്കുകയാണ്. Partaking of the spiritual meat, they were still stricken. നിന്റെ ശരീരത്തിൽ ഈ ആത്മീയ ആഹാരം കഴിച്ചിട്ട്, Once you partook of നീ this, ഈ ആത്മീയ പാനീയം കുടിച്ചിട്ട് drinking of the spiritual drink, സർപ്പത്തിന്റെ വിഷം നിന്റെ ശരീരത്തിൽ കേറിയാൽ നിന്നെ കൊന്നുകളയാൻ പറ്റുമോ? with the serpent's poison, this cause you to die. നിന്റെ ശരീരത്തിൽ കൂടെ വ്യാപരിക്കുന്ന ശക്തി എന്താണെന്നറിയാമോ? What kind of power comes through your body? ഹല്ലേലൂയ. നിന്റെ ശരീരത്തിൽ കൂടെ വ്യാപരിക്കുന്ന ഏതിന്റെ ശക്തിയാണെന്നറിയാമോ? Do you know which power comes through you? നിനക്ക് പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാനുള്ള The അധികാരമുള്ളതാണ്. Lord has given you power to trample എന്നാൽ over ഒരു the സർപ്പം snakes നിന്നെ and വന്ന് serpents. കൊത്തുമ്പോൾ But when the serpent comes your അവൻ way, എവിടെയോ അവകാശം കിട്ടിപ്പോയി. he has found a way to put അവൻ his right. ഒളിച്ചിരുന്ന മാളങ്ങളിൽ നിന്ന് അവൻ പുറത്തിറങ്ങി He വന്നു. came out of his holes. ഹല്ലേലൂയ. നീ അറിഞ്ഞില്ല. You did not know. ഒരു പാറ നിന്നെ ഇതുവരെ സൂക്ഷിച്ചുകൊണ്ട് Because the rock has kept തല you. പൊക്കാൻ നോക്കിയ സർപ്പങ്ങളെല്ലാം തല താത്തിയിട്ട് ഓടിപ്പോകുമായിരുന്നു. Every serpent that tried to lift its head പല went നാഴികകളിൽ down. തല പൊക്കി ഇങ്ങനെ നോക്കും. At many points it tried to lift its ആരെ head. കൊത്താം, എവിടെ കൊത്താം, Who can I strike? ആരുടെ കുഞ്ഞുങ്ങളെ കൊത്താം, Whose children could I ആരുടെ strike? ദേഹത്ത് ചുറ്റിപ്പിടിക്കാം. Who could I put my wind പക്ഷെങ്കിൽ അവിടെ ഒരു around? പാറ കണ്ടപ്പോ But when it saw that rock, Glory Jesus. ഗ്ലോറി ടു ഗോഡ്, Hallelujah. ഇവർ തല താത്തി കളയുമായിരുന്നു. the enemy had to put his head പക്ഷെ down. ഇന്ന് അവർ പാറയെ അങ്ങോട്ട് എന്ത് ചെയ്യാൻ തുടങ്ങിയെന്നറിയാം, പരീക്ഷിക്കാൻ തുടങ്ങി. But now they started to tempt that rock. അവർ പാറയെ പരീക്ഷിക്കാൻ തുടങ്ങിയപ്പോ പാമ്പ് ചാടി വന്നു. When they tempted that rock, the serpent ഇനി made its പാറ way. ഇവർക്ക് സുരക്ഷിതത്വം കൊടുക്കത്തില്ല. Right now, the rock cannot give them മരുഭൂമിയിലെ the സഭ ഞാൻ മരുഭൂമിയിലിട്ട് ഞങ്ങൾ തകർത്ത് കളയാൻ that പോവാ. the church of the desert could be destroyed. ഹല്ലേലൂയ. ഒന്നിന്റെ പിന്നാലെ ഒന്നെന്തിനെ ഞാൻ കൊത്തിത്താരയിടും. One after the other, I will ഒരു slay ഇടം them. കൊടുത്താൽ മതി. I should give them just one way.
ഒരു പാമ്പിന്റെ ഒരു പൊനം തുറന്നാ മതി. Oh, that one place should be അതിൽ നിന്ന് given to that ചാടി serpent. അനേകർ വരുവാ. Many will come എന്നാൽ out of ഇന്ന് it. പകൽക്കാലം മനസ്സിലാക്കിയോ, Today you must understand. ആത്മീയ പാറയോട് ചേർന്ന് നിൽക്കാം. Oh, stand along with the ആത്മീയ spiritual പാറയെ rock. നീ പരീക്ഷിക്കല്ലേ. Do not tempt the spiritual നിന്റെ rock. അവിശ്വാസം ആത്മീയ പാറയെ സംശയിപ്പിക്കല്ലേ. Oh, do not make the നീ ആ enemy. പാറയെ വിശ്വസിച്ചാൽ If you believe on this ആ rock, പാറ നിന്നെ ഉയർത്തും. oh, this rock will lift you up. ഹല്ലേലൂയ. Glory to God. Glory to God. Glory to God. Glory to God. അനേകര് ചത്ത് കിടക്കും, വീഴുക. Many are dying. എന്നാൽ മോശ ഉടനെ പിച്ചള സർപ്പത്തെ ഉപയോഗിച്ചു. Now he raised the കർത്താവേ, brass serpent. ക്ഷമിക്കണമേ. God forgive us. സ്തോത്രം. എവിടെയോ ആരോ കുടുംബത്തിൽ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. Someone is crying out in their family. കുഞ്ഞുങ്ങളെ ആരോ വീട്ടിൽ നിലവിളിക്കാൻ തുടങ്ങി. Children, someone in your family is crying out. നിന്റെ മിടുക്കല്ല, It's not because of നീ your capability. കിടക്കുന്നിടത്തുനിന്ന് നോക്കിയതേ ഉള്ളൂ. Oh, you just looked up പക്ഷേ from where you ഇതിന്റെ were. ഉയർത്തുന്നതിന് പിന്നാലെ ഒരുവൻ കടന്ന് പറയും നിലവിളിക്കുകയായിരുന്നു. But someone was crying behind പാറേ, you. കൈവിടല്ലേ. Rock, do not let go പാറേ, of my നീ children. പറഞ്ഞിട്ടാ ഞാൻ ഇറങ്ങിയത്. Oh, we have followed you. എന്നെ വിടല്ലേ. Do not let go of me. എന്റെ തലമുറകളെ വിടല്ലേ. Do not let go of my ആരോ generation. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. Someone is crying and interceding. ഒരുവൻ പിച്ചള സർപ്പത്തെ But ഉയർത്തുന്നുണ്ട്. one raised the brass ഈ serpent. മരുഭൂമിയിൽ ഒരു കുരിശ് ഉയർത്തുന്നുണ്ട്. Oh, in this desert, someone is raising അതുകൊണ്ട് this. മോനെ മോളെ, That's for child നീ of God. വീഴാതെ കിടക്കുന്നത്. The reason you haven't fallen. നിന്നെ കൊത്തിയിട്ടുണ്ട് കേട്ടോ പല പ്രാവശ്യം. Many times someone has raised you up. പക്ഷേ ആ വിഷം കേറിയപ്പോൾ തന്നെ Many times when that നിനക്ക് enemy tried to വേണ്ടി strike you, നിലവിളിക്കുവാൻ ഒരു മാതാവ് ഉണ്ടായിരുന്നു, ഒരു പിതാവ് ഉണ്ടായിരുന്നു, ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, ഒരു സഹോദരി ഉണ്ടായിരുന്നു. മറക്കല്ലേ. do not forget that you had a father, mother, brother, or a sister interceding ആ behalf. വിഷത്തെ ഹല്ലേലൂയ അതിന്റെ വിഷത്തെ അതിന്റെ ബലത്തോടെ വലിച്ചു കളയുമായിരുന്നു. It took out all the venom out of and its power away. നിന്റെ ശരീരത്ത് ഒരു ഹാനി വരുവാൻ അനുവദിച്ചില്ല. It not cause you to have any problems പക്ഷെങ്കിൽ to your ഹല്ലേലൂയ body. ഇന്ന് പകൽക്കാലം മറന്നു പോകല്ലേ. Today, do not forget. ദൈവത്തെ പരീക്ഷിക്കാൻ തുടങ്ങിക്കോ. Do not try to നീ tempt the ദൈവത്തെ Lord. പരീക്ഷിച്ചാലുണ്ടല്ലോ, When you tempt the Lord, ഹല്ലേലൂയ അവിടെയും ഇവിടെയും നീ കാണാത്തടത്ത് പാമ്പ് ഒളിച്ചു കിടപ്പുണ്ട്. when the enemy will hide here and there unaware to ആ you. പ്രത്യക്ഷത്തിൽ അവൻ വെളിപ്പെട്ട് വരത്തില്ല. Oh, he won't appear to you. പക്ഷെങ്കിൽ നിന്റെ പരീക്ഷാ ഘട്ടത്തിലുണ്ടല്ലോ, But in the moment of അവൻ your പത്തി trials, അന്നേരെ ഉയർത്തും. he will raise his head up. Amen. അവരെന്ത് ചെയ്തെന്നറിയാമോ? You know what he അവരിൽ did? ചിലർ പരീക്ഷിച്ച് ആ. സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ ആ. നാം കർത്താവിനെ പരീക്ഷിക്കരുത്. ആ അവരിൽ ചിലർ പിറുപിറുത്ത് ഇനിയും ഈ പാറയുടെ മുമ്പിൽ ചിലർ എന്ത് ചെയ്തെന്നറിയാമോ? പിറുപിറുത്തു. ഇവരൊന്നും പരീക്ഷിച്ചുമില്ല, They ഇവര് didn't tempt- കോപിപ്പിച്ചില്ല, ഇവര് അവിശ്വസിച്ചില്ല, പിറുപിറുത്തു. They murmured. സ്തോത്രം. ആരും കേൾക്കുന്നില്ലെന്നാ വിചാരിച്ച. They thought no one is hearing. ചിലർ വീട്ടിൽ ഇരുന്നോണ്ട, സ്തോത്രം. Many are at home. വീട്ടിൽ ഇരുന്നോണ്ട് പിറുപിറുത്തു. They're murmuring at home. ചിലർ കഴിച്ചോണ്ടിരിക്കുമ്പോ പിറുപിറുത്തു. Someone will murmur when they eat. എന്താ കഴിക്കുന്നത്? What are they എന്നാ eating? മന്ന. What manna? സ്തോത്രം. എത്ര നാളായി? How many days has this been? സ്തോത്രം. എന്നെത്തും വീട്ടിൽ? When will this appear? എന്ന് ഈ വാഗ്ദത്തങ്ങളിലേക്ക് എത്തും? When will they appear to their promised land? കർത്താവിന് അതുപോലും ഇഷ്ടമില്ല കേട്ടോ. God does not even like such murmurings. ഒരുപക്ഷെ ജീവിതത്തിലെ ഫ്രസ്ട്രേഷനിലൊന്നും വിളിച്ചു പറയല്ല കേട്ടോ. Do not say things in the frustrations of your life. ജീവിതത്തിൽ അങ്ങ് സഹി കെട്ടുപോകുന്ന അനുഭവം ഉണ്ടല്ലോ. There are moments when we get frustrated. മനുഷ്യനാ സഹി കെട്ടുപോകും ചിലപ്പം. We are humans. We will മതി get എന്ന് പറയും. frustrated. We will say, "Is പക്ഷെ enough." അവിടെ പോലും കർത്താവ് നോക്കിക്കളയും. But God will watch നിന്റെ even that. ഫ്രസ്ട്രേഷനിൽ ദൈവം നിന്നെ അളക്കും. In the moment of your frustration, He അന്നേരം നീ will measure പറയുന്ന you. പദം പോലും കർത്താവെ അറിവില്ലായ്മയിൽ പറഞ്ഞാന്ന് പറയാൻ പറ്റില്ല. അതുവരെ എഴുതി വെക്കും. But you can't even say, "God, in my ignorance I said." But ആത്മീയ all these ഭക്ഷണം കഴിക്കുന്നവനെ, the one that eats spiritual meat, നിന്റെ ഫ്രസ്ട്രേഷനിലും നിനക്ക് നിന്റെ നിയന്ത്രണം വേണം. that you must have a discipline in the moment of your നീ frustration. നിന്റെ വാക്കുകൾക്ക് അന്നേരം നിയന്ത്രണം കൽപ്പിക്കേണ്ടവനാണ്. You must have a discipline in the words that you speak at that ആത്മീയ moment. ആഹാരം നിന്റെ വായിൽ കൊണ്ട് തരുമ്പോൾ, When He gives you the spiritual meat in your ആത്മീയ mouth, പാനീയം നിന്റെ ദാഹത്തെ തൃപ്തിപ്പെടുമ്പോൾ, when He gives you spiritual drink in your mouth, നിന്റെ പദങ്ങളെ അവൻ ശ്രദ്ധിച്ചു He നോക്കുന്നുണ്ട്. pays attention to every word that you അവർ speak. പിറുപിറുത്തതാണ്. That they murmured. മോശ കേട്ടോ? മോശ വല്ലതും കേട്ടായിരുന്നോ? Did Moses hear the murmur? ഇല്ല, മോശമൊന്നും കേട്ടില്ല. No, he didn't hear. മോശക്ക് എല്ലാവരുടെയും പോയി വന്ന് എന്നാ പിറുപിറുക്കുന്നൊക്കെ പറഞ്ഞ് കേൾക്കാനൊന്നും
സാധിക്കത്തില്ല. In Moses' position, he does not have the ability to go and hear everyone's സത്യത്തിൽ murmuring. നിങ്ങൾ പിറുപിറുക്കുന്ന ആര് പക്ഷെ തൊട്ടടുത്തിരിക്കുന്ന വല്ല ആള് കേട്ടെങ്കിലേ ഉള്ളൂ. Perhaps what you murmur, the person right next to you might just ചില hear. പിറുപിറുക്കുന്ന പിറുപിറുത്താൻ ശബ്ദം പോലും ഇല്ല. In some murmuring, there's not even a sound. ചിലപ്പോ നമ്മൾ പിറുപിറുക്കുന്ന നമ്മുടെ മനസ്സിനകത്താണ്. Sometimes the murmuring is inside your mind. ആ പിറുപിറുക്കുന്ന ദൈവം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. God pays attention to that murmuring. ദൈവം എന്ത് ചെയ്തു നോക്കിക്കേ. Let's see അവരിൽ what he ചിലർ did. പിറുപിറുത്ത് ആ. സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കയുമരുത്. ഓ, അവരെങ്ങനെ നശിച്ചു പോയെന്നറിയാമോ? സംഹാരിയാൽ. സംഹാരിയാൽ. Neither murmur ye, as some of them also murmured and were destroyed of the ഇന്ന് destroyer. പകൽക്കാലം ഞാൻ ജസ്റ്റ് ഒരു സെൽഫ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാനാ പറയുന്നത്. I am asking all of you to have a self-reflection. നാം എപ്പോഴും സ്വോത്രം സ്വോത്രം എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരല്ലല്ലോ. We can't just say praise God, നമ്മളും praise God. മനുഷ്യരല്ലേ? Aren't we mankind? നമ്മളും വചനമൊക്കെ വായിക്കുന്നവരാ. We also read of this word. നമ്മളും പ്രാർത്ഥിക്കുന്നവരൊക്കെയാ. We also pray. പക്ഷെ അറിയാതെ എവിടെയെങ്കിലും എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ പിറുപിറുത്തു പോയിട്ടുണ്ടോ? But unbeknownst to our own knowledge, have we murmured? കർത്താവ് സീരിയസ് ആയിട്ട് നോക്കുന്ന കേട്ടോ. The Lord seriously പൗലോസ് പറയുന്നു, watches. നിങ്ങൾക്കത് സംഭവിക്കല്ലേ. Paul is admonishing, let this not be your വളരെ case. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുകയാണ്. It is a very strict guideline given by Paul. കയ്പ് കുടിച്ചാലും നോ കംപ്ലൈന്റ്സ്. In the moments of bitterness, no complaints. ആരോടും പരാതിയില്ല. I will not complain to anyone. ഏത് വിധത്തിലും വേണമെങ്കിൽ പിറുപിറുക്കാം. I could murmur whichever way. 10 പേരോട് പറഞ്ഞങ്ങ് പിറുപിറുക്കാം. I could complain to many people and murmur. പിറുപിറുക്കില്ല കേട്ടോ. No, I will not. നിന്റെ വായിൽ കൊണ്ട് തരുന്ന ആത്മീയ ആഹാരം തന്നിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല പിറുപിറുക്കാൻ. God does not desire you to have you to have spiritual food and murmur. നീ അവന്റെ പാനീയം കുടിച്ചിട്ട് പിന്നെ പിറുപിറുക്കല്ലേ കേട്ടോ. Drinking of his drink, do not murmur. അവൻ നിന്നെ പാറയായിട്ട് അനുഗമിക്കുന്നത് കണ്ടിട്ട് Seeing നീ you പിറുപിറുക്കല്ലേ. following that rock, do not murmur. സംഹാരി വന്നപ്പോൾ അവരെ നശിപ്പിച്ചു. When the destroyer came, they were destroyed. ഹല്ലേലൂയ. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. മെയ് 2-ാം തീയതി ഞായറാഴ്ച 2021 ജീവിക്കുന്ന ദൈവമക്കൾക്കുള്ള ദൃഷ്ടാന്തം. This is the word for the ones that are here on this day. ഇന്നത്തെ ദിവസത്തിൽ ജീവിക്കുന്ന നമുക്ക് ദൃഷ്ടാന്തമാണ്. This is a word for you that are living today. ഇവർക്ക് സംഭവിച്ച 3-4 കാര്യം നമ്മൾ നോക്കിയില്ലേ? We read through a few things that they went through. വിഗ്രഹാരാധന, They were idolaters. ദുർമോഹം, They had fornication. പരസംഗം, They had fornication and lust. പരീക്ഷിച്ചു. പരീക്ഷിച്ചു, They tempted. പിറുപിറുത്തു. They murmured. നമ്മൾ ഇതിൽ നിന്നൊന്നും എക്സംപ്റ്റ് ആയി ജീവിക്കുന്നവരൊന്നും അല്ല കേട്ടോ. Don't consider that we're exempt from all these things that could come our way. പരിശുദ്ധാത്മാവ് സ്നേഹമുള്ളതുകൊണ്ടാണ് നമ്മളോട് ഈ ദൂത് പറയുന്നത്. God, Holy Spirit loves us. ചുറ്റിനും മഹാമാരി നടന്നുകൊണ്ടിരിക്കുകയാണ്. There are many trials happening around us. അനേകരെ സർപ്പം കടിച്ചോണ്ടിരിക്കുകയാണ്. The serpent is striking many. അനേകര് വിശ്വാസം വിട്ടുപോകുകയാണ്. Many are losing their faith. അതിന്റെ മധ്യത്തിൽ In that midst, പരിശുദ്ധാത്മാവ് നല്ലൊരു നോട്ടീസുമായിട്ട് നമ്മളോട് പറയാ, വാണിംഗ്, ചെയ്യല്ലേ മക്കളെ, ചെയ്യല്ലേ. the Lord, Holy Ghost is notifying and warning us, do not. 15-ാം വാക്യം വായിച്ചു ഒന്നും കൂടെ. Can we ഇത് read? ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ആ. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. ആ നമുക്കെന്ന് മാറ്റിയിട്ട് എനിക്കെന്നാക്കിക്കോ. Now all these things happen unto them for examples, and they are written for our admonition upon whom the ends of the world are come. വചനത്തെ പേഴ്സണലൈസ് ചെയ്ത് വായിക്കണം. Can we say instead of ours and say mine? ഇത് എനിക്ക് വേണ്ടി എഴുതിയിരിക്കുന്നു. Personalize and say it's for me.
ഈ നമ്മളെന്ന് പറയുമ്പോ ഒത്തിരി വലിയ ഒരു സമൂഹം അങ്ങ് ആക്കി അങ്ങ് മാറ്റും. When we say our, we generalize it. എനിക്ക് എഴുതിയിരിക്കുന്ന But when I say ഈ I, റോബി എന്ന എനിക്ക് എഴുതിയിരിക്കുന്ന that I as myself, my name, Reggie, and say it's for me. ഇത് എനിക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന It's for me. ഇത് എനിക്ക് വാണിംഗ് തരികയാണ്. This is a warning for me. എത്ര ഞാൻ ഇതിന് വിപരീതമായി നിന്നാലുണ്ടല്ലോ, No matter how far I stand വചനം away. പ്രസംഗിച്ചെന്നോ പാസ്റ്ററായിരുന്നോ ഒരു കണക്കിലും എടുക്കത്തില്ല. Because I am the pastor, it doesn't exempt me from ഇത് following it. എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തരുന്ന വാണിംഗ് ആണ്. This is a warning much more importantly for me. അല്ല നിൽക്കാൻ പറ്റത്തില്ല. Otherwise, I won't ഇത്രേ ഉള്ളൂ. sustain. തോന്നും നിൽക്കുന്നവൻ. Some might perceive that they could stand. പല വിധത്തിലല്ലയോ ടെംപ്റ്റേഷൻ നമുക്ക് വരുന്നത്. Temptation appears in many forms. ഹ, അതിന്റെ മധ്യത്തിലാണ് ഈ വചനത്തെ പിടിക്കേണ്ടത്. In that midst, cling on to this word. അവിടെയാ ദൈവവചനം നിർത്തിയിരിക്കുന്നത്. That's where the word of God sustains. അതുകൊണ്ടാണ് യോഹന്നാൻ നമ്മൾ വായിച്ച ഭാഗത്ത് വന്ന് കാണുന്നത്. That's why in the Gospel of John we read, അതെ, നമുക്ക് ജീവൻ കിട്ടണമെങ്കിൽ for us to obtain life. 20:31 20:31. യോഹന്നാൻ 20. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഇത് അവന്റെ നാമത്തിൽ നമുക്ക് ജീവൻ ഉണ്ടാകണം. But these are written that ye might believe that Jesus is the Christ, the Son of God, that believing ye might have life through his name. ഇത് എഴുതിയിരിക്കുന്ന വചനം എനിക്ക് ജീവൻ നൽകാനാണ്. This word is written so that I might obtain life. ഇത് വായിച്ചു വിട്ടാ പോരാ I കർത്താവേ. cannot just read through. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. എല്ലാ ദിവസവും ഒരു അധ്യായം വായിച്ചു വിട്ടാ പോരാ. I cannot read just one chapter and read it through. മോശ വില കൊടുത്ത പോലെ ഒരു വാക്യമാണെങ്കിൽ അതൊന്നും കർത്താവ് എന്നതാണ്. As Moses paid a price, even if it's ഭയത്തിന് one വേണ്ടി word, വായിച്ച് കളയല്ലേ കേട്ടോ. don't read out of fear. സ്നേഹം കൊണ്ട് വായിക്കണത്. Read out of love. ഭക്ഷണം ഹല്ലേലൂയ സ്തോത്രം നിർബന്ധിക്കുന്നതുകൊണ്ടല്ല നമ്മൾ You കഴിക്കുന്നത്. don't eat food out of compulsion. നമുക്ക് ആരോഗ്യം കിട്ടാൻ വേണ്ടിയാ നമ്മൾ We eat ഭക്ഷണം it കഴിക്കുന്നത്. for the nurturing of our health. ഹല്ലേലൂയ, ആരോഗ്യം കിട്ടാൻ പോഷകമായത് കഴിക്കണം. We must eat that have good food, sources of food. സ്തോത്രം, നമ്മൾ ചുമ്മാ ഹല്ലേലൂയ ഓരോ ഭക്ഷണത്തിന്റെ പേര് വായിച്ചു വിടുവല്ലോ ചെയ്യുന്നത്. We don't eat just different food ആ or read of സ്തോത്രം, ഹല്ലേലൂയ different സ്തോത്രം. foods. ബിരിയാണി എന്ന് വായിക്കുന്നതല്ലോ നമ്മള്. We don't just read the word biryani. ആ ബിരിയാണി കഴിച്ചാലേ ബിരിയാണി ആകത്തുള്ളൂ. Only until you consume that ആ becomes വചനം of വായിച്ചു value. വിടുന്നതുകൊണ്ട് അർത്ഥമാകുന്നില്ല. There is no value in reading the word. ലോകത്തിൽ വായിക്കാൻ അറിയാതെ ആർക്ക് കൊടുത്താലും അവന് വായിക്കാം. Anyone can read of the പക്ഷെ scriptures. ഫിലിപ്പോസ് ചോദിച്ച വായിക്കുന്നത് നീ ഗ്രഹിക്കുന്നുണ്ടോ എന്നാ But ചോദ്യം. Philip was able to read അവിടെയാ and digestion understand. വരുന്നത്. അവിടെയാ That's digestion where വരുന്നത്. the word digests in your life. ഇത് നമ്മുടെ ഉള്ളിൽ കയറണം. Oh, this word must enter and make ഇതെന്റെ its way. ഹൃദയത്തിൽ കയറിയാലേ ഉള്ളൂ. Only until it enters into your heart. ടെംപ്റ്റേഷൻ പല വിധത്തിൽ വരും. Temptation appears in many forms. വരട്ടെ, Let it make its way. വചനമുണ്ടെങ്കിൽ പിടിച്ചു നോക്കാം. That if I have the word within me, I am able to sustain. ഒരു ഭക്തനെ കാണേണ്ടത് അവന്റെ സമൃദ്ധിയിൽ മാത്രമല്ല, A faithful one is not seen in his അവന്റെ ഐശ്വര്യവും prosperity. സമ്പത്തിലും അല്ല അവനെ അളക്കേണ്ടത്. You must not compare them in the wealth or in ഉണ്ടെങ്കിൽ the നല്ലത് തന്നെ, life. ഉണ്ടെങ്കിൽ നല്ലത് തന്നെ. It's good to be അല്ല, prosperous. ഒരുവനെ അവന്റെ ദാരിദ്ര്യം കൊണ്ട് അവന്റെ ആത്മീയതയെ അളക്കല്ലേ. Do not measure a person in their poverty as well. ഇതിനകത്ത് അവന്റെ മനോഭാവം കണ്ട് മനസ്സിലാക്കണം. But look at their mindset and everything. അവന്റെ ധനത്തിലും അവൻ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ? In their wealth, or do they fear അവന്റെ God? ധനത്തിൽ അവൻ വിശുദ്ധനായി ജീവിക്കുന്നുണ്ടോ? In their wealth, are they living a അവന്റെ holy life? ദാരിദ്ര്യത്തിലും ദൈവം കഴിഞ്ഞിട്ടുള്ള കാര്യമേ ഉള്ളെന്നോ In കാണാൻ their പറ്റുമോ? poverty, do they consider God as their അവന്റെ priority? ദാരിദ്ര്യത്തിൽ അവൻ ദൈവത്തെ ത്യജിച്ചു കളയുന്നുണ്ടോ? Do they reject God in the midst of their poverty? അങ്ങനെയാണ് ഒരു ഭക്തനെ കാണേണ്ടത്. That's how you must see a അതുകൊണ്ടാണ് child of പൗലോസ് God. പറയുന്നത്, Therefore Paul ഈ says, ഭൂമിയിൽ നിങ്ങൾക്ക് വരുന്ന പരീക്ഷയൊന്നും അസാധാരണ പരീക്ഷയാ നിങ്ങൾ പറയല്ലേ. do not call any fires or trials that come your way to be a strange trial. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. ദൈവം ഈ പാറ വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. അപ്പം ലിമിറ്റ് തീരുമാനിക്കുന്നത് ദൈവമാണ്.
God sets the limitations of the trials that ഒരു come your way. പരീക്ഷ വന്നാൽ When a trial comes your way, അതിന്റെ ലിമിറ്റ് ആരാ do തീരുമാനിക്കുന്നറിയാമോ? you know who sets that limitation? പിശാച് അല്ല, The enemy does not create the boundaries. രോഗമല്ല, The world does not create the boundaries. ബന്ധനമല്ല, The bondages do not. തമ്പുരാൻ പറയും God will set that boundary. അതിരിവിടം വരെ ഉള്ളൂ. That this is where it ends. പക്ഷെ അത് നിനക്ക് സഹിക്കാം. But you are able to go through that. അയ്യോ, മനുഷ്യനാ സഹിക്കാമല്ല. കർത്താവ് പറയുന്നു, നീ സഹിച്ചോ, ഞാൻ നിനക്ക് അതിന് കൃപ തരാം. God says, carry through, I will give you the grace. പക്ഷെ കൃപ വേണമെങ്കിലുണ്ടല്ലോ, But if you shoot to have ഓരോ this ദിവസവും grace, എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണം. I must cling on to him daily. ഓരോ നിമിഷവും ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കണം. Every moment I must cling on നീ to എന്നിൽ him. നിന്ന് ഒരിച്ചിരി അകന്നാ മതി, If I depart from ഈ him, ശൂലം നിന്നെ ശരിക്കും ഇട്ടങ്ങ് കുത്താൻ തുടങ്ങും. this trial will come your way and pierce you. ശരിക്കും നിന്നെ അത് വേദനിപ്പിക്കും. It will cause you to have ശരിക്കും pain. നിന്നെ വേദനയുടെ താഴ്വരയിൽ കൂടെ It will കൊണ്ടുപോകും. take you to the valley of പക്ഷെ pain. ഓരോ സെക്കൻഡും എന്നെ പിടിച്ചു നിന്നോ, But if you cling on to God every moment, നീക്കുപോക്കും എന്റെ He കയ്യിലാണ്. will provide you the provision to come out of it. നിന്റെ ബോസിന്റെ കയ്യിലല്ല ദൈവം It does not വെച്ചിരിക്കുന്നത്. belong to your boss. It നിന്റെ അയൽവക്കക്കാരന്റെ കയ്യിലല്ല does not belong to കൊടുത്തിരിക്കുന്നത്. your neighbor. It നിന്റെ പ്രതിയോഗിയുടെ കയ്യിലല്ല does not കൊടുത്തിരിക്കുന്നത്. belong to your enemy. അളവ് വെക്കുന്ന ദൈവമെങ്കിൽ If God sets the line, നീക്കുപോക്കും കൽപ്പിക്കുന്നത് ദൈവം തന്നെ. the Lord sets the provision for you as നിന്റെ well. വിടുതൽ നിന്റെ വചനത്തിലുണ്ട്. Your deliverance is in your നിന്നെ word. കുറിച്ചുള്ളത് അവൻ വചനത്തിൽ എഴുതി He വെച്ചിട്ടുണ്ട്. has written of you in the word. കൊരിന്ത്യ സഭേ, Christian church, കൊരിന്ത്യ സഭേ, Corinthian church, സമൃദ്ധിയിൽ നിങ്ങൾ വളർന്നു വന്നിട്ടുണ്ട് ഇല്ലേ? you have grown up in പക്ഷെ prosperity. പിശാചിന്റെ കയ്യിൽ ദൈവം But ഏൽപ്പിച്ചാലുണ്ടല്ലോ, if the Lord sets you in the hands of നിനക്ക് the enemy, പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. you cannot sustain. ഒന്ന് നീ തകർന്നു പോകുമോ, You will be destroyed. ഇല്ലാതെയായി പോകുമോ? You will be utterly destroyed. ഒന്നോർത്താ മതി, You must remember one thing. മരുഭൂമിയിലെ സഭ. That the church of the desert, സ്തോത്രം. വിശ്വാസമുള്ളവർക്ക് വാഗ്ദത്ത നാടിൽ കാലുവെക്കാൻ ഇടമുള്ളൂ. only those have that faith could step into the promise. നിന്റെ വാഗ്ദത്തങ്ങളെല്ലാം നിന്നെ കാത്തിരിക്കുകയാണ്. All your promises are awaiting for your arrival. ഉള്ളങ്കാലിന് പോലും വിശ്വാസമുണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ. Only until your feet could have that faith you could obtain. നീ അതിൽ പിടിച്ചു നിന്നോണം. You must cling on to those promises. ഇതിനിടയ്ക്ക് സർപ്പത്തിന്റെ കടി വരും. In the midst, the serpent will ഇതിന്റെ come അടുത്ത് to മാറാ strike. വരും. In the midst, there will be Mara. ഇതിന്റെ ഇടയ്ക്ക് മഹാമാരി വരും. In the midst, there will be many പക്ഷെ trials. ദൈവം വിശ്വസ്തനാണ്. But God is നിനക്ക് faithful. സഹിക്കാൻ മേലാത്ത ഒന്നും ദൈവം തരത്തില്ല. Nothing that you cannot contain. Hallelujah. through നീ the give up Lord will ചെയ്യല്ലേ. do not give up. കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. God has provided you a promise. എത്ര പേര് നിന്നെ നോക്കി ചിരിച്ചോട്ടെ, No matter how many mock you, ആരൊക്കെ നിന്റെ അവരുടെ ഗ്യാദറിംഗിൽ നീ ചർച്ചാ വിഷയമായി മാറിക്കോട്ടെ. you be the discussion point of the നിന്നെ gathering. പേഴ്സണലി മുഖത്ത് നോക്കി കുത്തുന്ന വാക്കുകൾ ചോദിച്ചോട്ടെ. Let they ask you mocking words. അതിന്റെ മധ്യത്തിലും ദൈവം നിനക്ക് സഹിക്കാൻ മീതെയുള്ള ഒന്നും തരത്തില്ല. The Lord will not give you something you നീ അത് cannot carry through. സന്തോഷത്തോടെ You സ്വീകരിച്ചാൽ must receive it with ഓ, joy. മഹത്വം നൽകുന്ന ദൈവം. God will give the glory. ഹല്ലേലൂയ. Glory to God. ശബ്ദം ഖബറ ബറോട Ragade. റൂബൽ ഖാദ റൗഷ Ragada, ragada. അർദ്ധബലാദക റൗഷ Raptiga, rakshaga, ragde. റിബ റബ റബ റബ. Mara, raga. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വചനമുണ്ടല്ലോ, The word of God that's within you. മാറോട് ചേർത്ത് പിടിച്ചോണം. You must cling on to your heart. പറ്റുമെങ്കിലുണ്ടല്ലോ, If you can, ഇതിന്റെ കോപ്പികൾ ഹൃദയത്തിൽ പതിപ്പിച്ചോണം. let the copy be inside of your heart. ഇതിനെ കുറച്ചൊക്കെ കോപ്പികൾ ഹൃദയത്തിന്റെ പലകമേലങ്ങ് എഴുതി വെച്ചോണം. May you write it inside your heart. എന്ന് മാത്രം എഴുതി വെക്കാവുന്ന എല്ലാം എഴുതി വെച്ചോണം. However many you can write in your heart, write it. എത്ര ഇതിനെ ഹല്ലേലൂയ അഴച്ചു കുടിച്ചാവാൻ പറ്റുമോ അത് കുടിച്ചോണം. You, as much as you can drink of it, കാരണം drink of it. മഹത്വം ഇതിൽ കൂടെ വെളിപ്പെടാൻ Because the പോകുന്നത്. glory will appear through the ഇനി ഒരു word. ഉണർവ് വന്നാൽ പോലും If there will be a revival, അത് ദൈവവചനത്തിന്റെ ശക്തിയിൽ കൂടെ വെളിപ്പെടാൻ let it be പോകുന്നത്. appearing to the power of the word of God. ആകാശത്തിനും ഭൂമിക്ക് പോലും കൽപ്പന കൊടുത്തിട്ടുണ്ട്. Because to the earth and the skies he has given നീ out commandment. മാറിപ്പോയാലും Though it may go ഈ away, തിരുവഴുത്തുകൾക്ക് മാറ്റം വരില്ല. these words will not change. ആകാശമേ നീ താൽക്കാലികം, Oh, sky, you're there for a moment. ഭൂമിയെ നീ താൽക്കാലികം. Earth, you're here for a പക്ഷേ moment. ഇന്ന് ഞാൻ പിടിച്ചിരിക്കുന്ന വചനമുണ്ടല്ലോ, This word that I cling on to, ഞാൻ മണ്ണോട് മണ്ണായാലും though I will be to the എന്റെ dust, ശരീരം മണ്ണിലേക്ക് ചേർന്നാലും though my the ഞാൻ body goes to the പ്രസംഗിക്കുന്ന dust, എന്റെ യേശു പറയുന്നു, what the word of God says, ഞാൻ ജീവൻ നൽകും, I will give life. നിത്യജീവൻ I നൽകും. will give you eternal life. കല്ലറകൾക്ക് എന്നെ ഒതുക്കി നിർത്താൻ പറ്റത്തില്ല. Oh, the cemeteries cannot kill me. മരിച്ചവർ കരയുമ്പോൾ, When the dead ones will cry, കാഹള ശബ്ദം കേൾക്കുമ്പോൾ, when the earth will say, മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. that will come out of their body in the resurrected glory.
എന്റെ പ്രിയനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നാ വിളിക്ക്. ദൈവം നമ്മളെ യോഗ്യരാക്കും. Oh, the Lord will make us to be partakers of the one that will say, my beloved ones. Urakeya shadalarekeya mene. Ibarabasyasyara. Udagarakshe. Ardabalada. Udagaraude. Alkabarada. Udaktane. Oretele. Udedele. Uragarada. Udagarakche. Hastanada. Dularade. Regalkana. Udaktele. Mandarabaude. Udaktagane. Seidagarade. Udagarade. Vaitalada. Unerhada. Uraptala. Udaktagale. Sambarabaude. Udalele. Velavara. Udarade. Varabalage. Udagarade. Hastavala. Udedalo. Oretala. Udagarade. Sambarabaude. Udaktele. Varaptala. Udadelo. Yaradala. Udagarade. Sambarabaude. Udadade. Oredagade. Udavadhano. Udaragade. Udaktagano. Sambarabaude. Udagadhana. Varaptala. Udaktelo. Uradala. Udagadena. Attagadala. Udavadhano. Yaragadala. Udavadhano. Orebalage. Udadene. Verebalage. Udadene. Babala. Udagadeno. Orabala. Udadhana. Ambabala. Udadhana. Varabala. Udadene. Orabala. Udadene. Verebala. Udagadene. Ababala. Udadhano. Obalade. Udadane. Oridala. Udadhano. Ambabala. Udadane. Verebanale. Udadhano. Ambarabaude. Udadhana. Origadala. Udadhana. Ambarabaude. Udadhana. Varaptala. Udadhana. Varaptala. Udadhana. Arabala. Udadhana. Urabagale. Udadhana. Vaidagareda. Udadhana. Varaptala. Tivalauda. Vaidatala. Udadhana. Mukabalale. Udadhana. Veragalede. Udadhana. Vaidaraba. Udadhana. Uradala. Udadhana. Astabala. Udadhana. Orebala. Udadhana. Orebale. Udadhana. Vaidarale. Udadhana. Orebale. Udadhana. Urabala. Udadhana. Vaidarale. Udadhana. Veratala. Udadhana. Karakala. Udadhana. Margivale. Udadhana. Aradala. Udadhana. Adialala. Udadhana. Orebale. Udadhana. Oredale. Udadhana. Vegatala. Udadhana. Attagadala. Udadhana. Veratala. Udadhana. Urabalale. Udadhana. Veratala. Udadhana. Margavale. Udadhana. Margidala. Udadhana. Orebale. Udadhana. Attadala. Menandelo. Padagatala. Udadhana. Veratala. Udadhana. Iragadala. Udadhana. Odagadele. Shagadara. Aradala. Udadhana. Pudagatala. Udadhana. Padagatala. Shagaram Pagane. Chinagadala. Udadhana. Angalavaude. Rakshanavauda. Aradala. Meeragaranja. Marabala. Veeratela. Sambabala. Raksharade. Oribala. Veeratela. Erebale. Maanigadele. Angavala. Sharabala. നന്മകൾ ഒത്തിരി ദൈവം തന്നാൽ നമ്മൾ ഒരുപക്ഷെ കാണും. Many blessings of the Lord might have provided. ഓരോ ദിനം ദൈവം തരുന്ന അത്ഭുതങ്ങളും നന്മകളും നമ്മൾ അനുഭവിക്കും. We partake of these blessings of the Lord as provided daily. ഇതിലെല്ലാം നമ്മൾ സന്തോഷിക്കും. And we rejoice in these blessings. പക്ഷെ പാറ അടുത്തുണ്ടെന്ന് നമ്മൾ മറന്നു But പോകരുത്. do not forget the rock is following. പാറ മറന്നിട്ടുള്ള സന്തോഷം വേണ്ട. I do not want to have a joy without that rock. ആത്മീയ ആഹാരം പോലെ തന്നെ, Like that spiritual ആത്മീയ meat, പാനീയം പോലെ തന്നെ like that spiritual ഒരു drink. ആത്മീയ പാറയും നമുക്കുണ്ടെന്ന് മനസ്സിലാക്കി. Do not forget that you have a spiritual ഈ rock. പാറ നമ്മളോട് എപ്പോഴും ഉണ്ട്. The rock is with you. നിനക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാത്ത നിമിഷത്തിൽ Perhaps for the moments you don't know what to ഫോൺ do. പോലും എടുത്ത് നിനക്ക് വിളിക്കാൻ സമയം കിട്ടത്തില്ല. When you don't have an opportunity ഒരു to call. വ്യക്തിയോട് ചോദിക്കാൻ നിന്റെ കയ്യിൽ When ആരുമില്ലെങ്കിൽ no one is there to call. തൊട്ടടുത്തൊരു പാറയുണ്ട്. The rock is there for you. തൊട്ടടുത്തൊരു പാറയുണ്ട്. The rock is right നീ next to you. ഏകനല്ല. You're not alone. നീ ഏകയല്ല. You're not alone. നിനക്കൊരു നല്ല പാറയുണ്ട്. There is a rock that is with you. എല്ലാം അറിഞ്ഞിട്ട് Oh, they said it. പാറയോട് നീ ചോദിക്കാതെ പോകല്ലേ. Lord, I would walk away without asking that rock. എന്തെങ്കിലും ഉണ്ടെങ്കിൽ If you need anything, പാറയിൽ കൂടെ മാത്രമേ ചെയ്യാവൂ.
that you must do it all to ഈ this rock. ആത്മീയ പാറയിൽ കൂടെ ചെയ്യാവൂ. You should run it all to this rock. ഈ പാറ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ If this rock is at your home, ഒരു ബാധയും നിന്റെ കൂടാരത്തിനെതിരെ വരില്ല. no evil thing will come to your home. ഈ പാറ നിന്റെ മേലുണ്ടെങ്കിൽ If this rock is with you, എന്റെ ഒരു തന്ത്രവും നിന്റെ നേരെ വിജയിക്കുകയില്ല. none of the enemy's devices will come at ഈ fruition. പാറ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ If this rock is with you, യുദ്ധം യഹോവയ്ക്കുള്ളതായി മാറുന്നു. battle belongs to the അവൻ Lord. യുദ്ധവീരനായി മാറിക്കോളും. He will be the great warrior for ഈ you. പാറ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ If this rock is with you, വാഗ്ദത്തങ്ങളിലേക്ക് നീ കാലുകെത്തു വെക്കൂ. oh, when you stretch forth to your promises, ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ may അനുഗ്രഹിക്കട്ടെ. the Lord bless us with these words. ബറ 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 ബറ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളോടൊപ്പം ദൈവവചനം പങ്കിടുവാൻ കർത്താവിടെയാക്കിയ വൻ കൃപകൾക്കായി സ്തോത്രം. ദൈവവചനം പറയുന്നു സ്തോത്രം. അവൻ 12 പേരെയും വിളിച്ച് സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളുടെ മേലും സൗഖ്യമാക്കുവാൻ ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യം ദൈവശക്തിയിലാണ്. ആ ദൈവശക്തി, ദൈവിക അധികാരം ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുകയാണ്. കർത്താവായ യേശു നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആ ദൈവിക അഭിഷേകത്തിൽ നിന്നുകൊണ്ടും ആ അധികാരത്തിൽ നിന്നുകൊണ്ടും രോഗികളുടെ മേൽ നമുക്ക് അധികാരം ദൈവം തന്നിട്ടുണ്ട്. ഭൂതങ്ങളുടെ മേൽ അധികാരം തന്നിട്ടുണ്ട്. ഈ ദിനങ്ങളിൽ ആ ദൈവിക ശക്തി നാം ഏറ്റെടുക്കുക. യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം നാം അറിയിക്കുക. സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോടുമായിട്ട് ബന്ധപ്പെടുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സത്യസഭയുടെ അടയാളം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ആണെകിയാൽ ദൈവരാജ്യത്തിൽ നാം ശക്തിയോടെ പ്രവർത്തിക്കാം. നമ്മുടെ ദീപങ്ങളെ കത്തിക്കാം. ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് ഓടാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. Let us operate therefore in the kingdom of God in power and in authority. May God bless you.